കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും തുടങ്ങും. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ ആരംഭിക്കുന്നത്. 10 മണിയോടെ ഈശ്വർ മാൽപ്പയുടെയും നേവിയുടെയും നേതൃത്വത്തിൽ അർജുന്റെ ലോറിയുടെ കയർ ലഭിച്ച സ്ഥാനത്ത് ആദ്യം തെരച്ചിൽ നടത്തും. തെരച്ചിലിനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് എത്തിക്കും. മിനിഞ്ഞാന്നുണ്ടായിരുന്ന അതേ എല്ലാ സംവിധാനങ്ങളും ഇന്നും തുടരും എന്നാണ് കളക്ടറുടെ ഭാഗത്തു നിന്ന് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ ക്രെയിൻ സംവിധാനങ്ങളും ഇന്ന് എത്തിച്ചേരുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും പിന്നെ അവിടുത്തെ ക്രെയിൻ ഓപ്പറേറ്റേഴ്സും പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇവിടെ തിരച്ചിലുണ്ടാകുമെന്നാണ്. മാൽപ്പെ പറഞ്ഞ ഔദ്യോഗികമായിട്ടല്ല, ഞങ്ങളോട് പേഴ്സണൽ പറഞ്ഞ പ്രകാരം മരങ്ങൾ എല്ലാം എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മരങ്ങളെല്ലാം എടുത്തു മാറ്റിയ ചളി കുറച്ച് കൈകൊണ്ട് നീക്കം ചെയ്യാൻ പറ്റുന്നതെല്ലാം നീക്കം ചെയ്തു കഴിഞ്ഞാൽ വണ്ടി കാണുമെന്നാണ് അദ്ദേഹവും പ്രതീക്ഷിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന തെരച്ചിലുകളൊക്കെ അതേമാതിരി തന്നെ SDRF ഇന്നലെ കാർവാറിൽ തെരയണ ആ ലോറി പൊക്കിയെടുക്കുന്ന ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ SDRFും NDRFും നേവിയും എല്ലാവരും സംയുക്തമായിട്ട് തന്നെയാണ് തെരയുക. പിന്നെ 3 ക്രെയിന് വരുന്നുണ്ട്. അത് ഇന്നലെ രാത്രി ആ കാർവാറിൽ നിന്ന് ആ ലോറി എടുത്ത് മാറ്റിയതിനു ശേഷം വരാനുള്ളൊരു ചെറിയൊരു കാലതാമസം ഉണ്ടാവും. 3 ക്രെയിനുകളും കരയിൽ നിർത്തിയിട്ട് തെരയേണ്ടതാണ്. കരയിൽ ഈ 3 ക്രെയിനുകൾ നിർത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അവരാണെങ്കിൽ ആ റോഡ് മുഴുവൻ അതെ റോഡൊക്കെ ടാർ ചെയ്ത് ബാരിക്കേഡൊക്കെ വെച്ച് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ എങ്ങനെ ഇവര് ജില്ലാധികാരികൾ എങ്ങനെ അതൊക്കെ പൊളിച്ചു മാറ്റുക എന്താന്നുള്ളത് അറിയില്ല. റോപ്പ് ഇട്ടിട്ട് പുഴയിലുള്ള ആ മഡിന്റെ ഇടയിൽ നിന്ന് മരങ്ങളൊക്കെ എടുത്ത് വലിച്ചു കയറ്റും. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഇന്നത്തെ തെരച്ചിൽ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? ഈ ഈശ്വർ മാൽപ്പയും സംഘവും അവിടെ എപ്പോഴേക്കെത്തും? ഒപ്പം നേവിയും? തീർച്ചയായും അഭിലാഷ്, ഇന്നും വലിയ പ്രതീക്ഷതയാണ്. നേവിയുടെ സംഘം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മാൽപ്പയും സംഘവും 10 മണിയോടുകൂടി എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. അതായത് ക്രെയിൻ ഇന്ന് 3 ക്രെയിൻ ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ഒരു സ്ഥലമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്താണ് ഈ ലോറിയുടെ കയർ കണ്ടെത്തിയ ഒരു സ്ഥലം. അവിടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. പ്രധാനമായും അവിടെ കുറെ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. നേവിയുടെ പരിശോധനയിൽ ആ വസ്തുക്കളൊക്കെ വലിച്ച് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുക. ഏറ്റവും വലിയ ആഘാതമുണ്ടായത് ആ പ്രദേശത്ത് തന്നെയാണ്. അതിന് തൊട്ട് സമീപത്താണ് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബം 5 പേരാണ് മരിച്ചിരുന്നത്. ആ കുടുംബത്തെ അപകടപ്പെട്ട സ്ഥലത്തിന്റെ തൊട്ട് പിന്നിലാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. ആ പ്രദേശത്ത് കൂടുതൽ വസ്തുക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് നേവിയുടെ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്തുക. ഏതായാലും NDRFും SDRFിനെയും സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് പുറമെ ഫയർഫോഴ്സും ഉണ്ടാകും. ഈശ്വർ മാൽപ്പ 10 മണിയോടുകൂടി എത്തും. എന്തായാലും പ്രധാനമായും ഈശ്വർ മാൽപ്പ ഇന്നലെ ഒരു ദൌത്യം ഏറ്റെടുത്തിരുന്നു. അതായത് കാർവാറിൽ കാളി നദിക്ക് കുറുകെയുള്ള ആ പാലം തകർന്ന് ഒരു ലോറി പുഴയിലേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ലോറി ഉടമ കഴിഞ്ഞ ദിവസം ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചതാണ്. ലോറി പുറത്തേക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ ഒരു ഇടവേള ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ മാൽപ്പ ആ ഒരു ദൌത്യവുമായി പോവുകയും വൈകിട്ടോടുകൂടി ആ ലോറി കരക്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഏറെ വൈകിയാണ് ഇന്നലെ മാൽപ്പ ഈ ശിരൂരിലേക്ക് തിരിച്ചെത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹം വൈകുന്നത്. 10 മണിയോടുകൂടി തന്നെ അദ്ദേഹം എത്തും, തെരച്ചിൽ ആരംഭിക്കും. ഏതായാലും നേവി ഇവിടെ എത്തിക്കഴിഞ്ഞു. അവർ ഈ തെരച്ചിലിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് കൂടുതൽ മുങ്ങൽ വിദഗ്ധർ ഇന്ന് എത്തുന്നുണ്ട്. അവരെയും കൂടി ഇന്ന് പ്രയോജനപ്പെടുത്തി കൂടുതൽ ഇടങ്ങളിലേക്ക് ഇപ്പോൾ മാർക്ക് ചെയ്ത ആ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്തിന് പുറമെ മറ്റ് ഇടങ്ങളിലൂടെ, അതായത് റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ അദ്ദേഹം കണ്ടെത്തിയ മാർക്ക് 4 അവിടെ കൂടി ഇന്ന് പരിശോധന നടത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ സ്ഥലം കേന്ദ്രീകരിച്ചും ഇന്ന് ഒരു സംഘം തെരച്ചിൽ നടത്തും. ഏതായാലും നേവി ഇന്നുണ്ട്, അതുപോലെ തന്നെ മാൽപ്പയുണ്ട്. ആ സംഘങ്ങളെല്ലാം തന്നെ പരമാവധി ഈ അടിയിലുള്ള താഴെയുള്ള പുഴയുടെ താഴങ്ങളിലേക്കുള്ള വസ്തുക്കൾ കണ്ടെത്തുക, ലോറി കൃത്യമായി കണ്ടെത്തുക, ഇതാണ് ഇന്ന് പ്രധാനമായും നടക്കുക. ഏതായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഇന്നലെ രാത്രിയൊക്കെ വലിയ തോതിൽ മഴ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. പക്ഷേ വെള്ളത്തിന്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു കലക്ക് ഈ വെള്ളത്തിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായത്ര തെളിച്ചം ഈ വെള്ളത്തിനില്ല. ഏതായാലും അതൊന്നും ഈ രക്ഷാ ദൌത്യത്തിന് തടസ്സമാകില്ല എന്നാണ് അല്പസമയം മുമ്പ് നേവിയുടെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ച
പരിശോധിച്ചപ്പോൾ വ്യക്തമാക്കിയത് പുഴയുടെ അടിയൊഴുക്ക് ഏതായാലും കഴിഞ്ഞ ദിവസത്തിനേക്കാളും കുറഞ്ഞിട്ടുണ്ട്. വരും സമയങ്ങളിൽ വെള്ളത്തിനൊരു തെളിച്ചം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് തെരച്ചിൽ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സംഘാംഗങ്ങൾ ഈ ആഴങ്ങളിലേക്ക്, പുഴയുടെ ആഴങ്ങളിലേക്ക് പോകുന്നത്. പ്രധാനമായും ഇന്ന് ആ കയർ ലഭിച്ച ലോറിയുടെ അർജുൻ മരത്തിനായി കെട്ടിയിരുന്ന കയർ ലഭിച്ച ആ സ്ഥലം, അവിടെ കൂടുതൽ വസ്തുക്കൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നേവിയുടെ തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ, ആ വസ്തുക്കളൊക്കെ പുറത്തേക്ക് എടുക്കുക, അതാണ് ഇന്ന് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മരണം നടന്ന, ഈ അപകടത്തിൽ മരണം നടന്ന ഒരു സ്ഥലവും അവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും കാലാവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതായത് ബൈജു, ഇപ്പോൾ ഈ നമ്മുടെ ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളുണ്ട്, ഇതൊക്കെ ഇപ്പോൾ ഒരു പരിധിവരെയൊക്കെ മലയാളികൾക്ക് പരിചിതമായി മാറിയ ഒരു പ്രദേശം കൂടിയാണ്. അവിടെ ഇപ്പോൾ ഈ മൺതിട്ടകൾ കൂടുതലായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് അവിടുത്തെ വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിലയിൽ, അതായത് ഈ ഇന്നലെ നടത്തിയ, അല്ലെങ്കിൽ ഇന്നലെ പരിശോധന ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഈ കയർ കണ്ടെത്തുകയും ലോറി ഭാഗങ്ങൾ അത് അർജുൻ്റേതല്ല എന്ന തരത്തിലാണ് മനാഫും ഒക്കെ പറഞ്ഞത് എങ്കിൽ പോലും ഈ മൺതിട്ടയിൽ അല്ലെങ്കിൽ മണ്ണിൽ അങ്ങനെ പൂണ്ടുകിടക്കാനുള്ള സാധ്യത ആ നിലയിലൊക്കെ തന്നെയാണോ ഇപ്പോഴും ഈശ്വർ മാൽപെ പറയുന്നത്? ഒപ്പം ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട്, അത് പക്ഷേ അടിയൊഴുക്കുണ്ടോ എന്ന് നമുക്കറിയില്ല, അത് തെരച്ചിൽ നടത്തുന്നവർക്കേ അറിയാൻ സാധിക്കുള്ളൂ. എങ്കിലും അതെല്ലാം പ്രതീക്ഷ നൽകുന്നുണ്ടോ? തീർച്ചയായും അഭിലാഷ്, 2 നോട്ട്സാണ് നിലവിൽ അടിയൊഴുക്ക്. മാത്രമല്ല അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൺതിട്ടകൾ, അത് ആ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഇത്തരത്തിൽ നടത്താനാണ് ഡ്രഡ്ജർ കൊണ്ടുവരുന്നത്. അത് തിങ്കളാഴ്ചയോടുകൂടി ഗോവയിൽ നിന്നും ഇവിടെ എത്തിക്കും. അതോടുകൂടി കുറച്ചുകൂടി വേഗത ഈ തെരച്ചിൽ കൈവരിക്കും. മാത്രമല്ല അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെളിയിൽ പൂണ്ട നിലയിലാണ് ഈ ലോറി ഉള്ളത്. ആ ലോറിയുടെ മുകളിലുള്ള മണ്ണും ചെളിയും ഒക്കെ മാറ്റേണ്ടതുണ്ട്. അതിനാണ് ഈ ഡ്രഡ്ജറിന്റെ ഒരു ആവശ്യം വരുന്നത്. 50 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടം മുടക്കിയാണ്, ആ ചെലവ് ഇട്ടാണ് ഈ യന്ത്രം ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ മൺതിട്ടകളൊക്കെ, അവിടെയൊക്കെ പരിശോധന നടത്താനുള്ള, നിലവിൽ മുങ്ങൽ വിദഗ്ധർക്ക് ആ ഭാഗത്തേക്ക് അധികം പരിശോധന നടത്താൻ പറ്റുന്നില്ല. പ്രധാനമായും അവിടെ ഒരുപാട് വസ്തുക്കളുണ്ട്. ആ ടവറിന്റെ അവശിഷ്ടങ്ങൾ, ഒപ്പം ഈ കടയിലുണ്ടായിരുന്ന ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കടയിലുണ്ടായിരുന്ന ഇരുമ്പ് ഷീറ്റും, അത്തരത്തിൽ നിരവധി വസ്തുക്കളുണ്ട്. അത് ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. അവിടെ മുങ്ങൽ വിദഗ്ധർക്ക് വലിയ തോതിൽ തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല. ആ മേഖലകളാണ് ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത ആ പ്രദേശമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ മൺതിട്ട, നേരത്തെ ഈ മൺതിട്ടകളൊന്നും നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അത്രത്തോളം പുഴയിലെ ജലനിരപ്പ് ഉയർന്ന ഒരു നിലയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് 6 മൺതിട്ടകൾ കൃത്യമായി നമുക്ക് കാണാം. ഇന്നലത്തേന് സമാനമായി തന്നെ ഏതെങ്കിലും തരത്തിൽ ജലനിരപ്പ് ഉയർന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്നലത്തേന് സമാനമായ അവസ്ഥ തന്നെയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചെന്നോ അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല. ഏറ്റവും പ്രധാനം ആ മൺതിട്ടകൾ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന മൺതിട്ടകൾ, അത് അവിടുന്ന് ഇളക്കി മാറ്റി പരിശോധന നടത്തേണ്ടത് ഉണ്ട് എന്ന് തന്നെയാണ് രക്ഷാദൌത്യ സംഘാംഗങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ച് മാൽപ്പയും പറഞ്ഞത് ആ പ്രദേശത്ത് വലിയ തോതിൽ തെരച്ചിൽ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം. ഒരു ഘട്ടത്തിൽ മാൽപ്പെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ഇരുമ്പ് ഷീറ്റിൽ കുടുങ്ങി അദ്ദേഹത്തിന്റെ റോപ്പ് ഇളക്കി മാറ്റി. പിന്നീട് നേവിയുടെ സംഘമാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വലിയ പരിശോധന മുങ്ങൽ വിദഗ്ധരുടെ അതിനുശേഷം നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അതിനുശേഷം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കടയുടെ തൊട്ട് പിറകിൽ കൂടുതൽ മൺതിട്ടകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം. പക്ഷേ അവിടെ അടിയിൽ വലിയ തോതിൽ ഈ മലയുടെ മുകളിൽ നിന്നും പൊട്ടിവന്ന ഒരുപാട് മരങ്ങൾ ആ ഭാഗത്തുണ്ട്. ഒപ്പം ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന അവരുടെ കടയിലുണ്ടായിരുന്ന വലിയ 2 ആൽമരങ്ങൾ, അതും അവിടെയുണ്ട്. ഒരു പക്ഷേ ഈ ലോറിക്ക് ഏറ്റവും മുകളിലായി ഒരുപാട് മരങ്ങളുണ്ട്. ആ മരങ്ങളൊക്കെ നീക്കുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനായാണ് ഈ ക്രെയിൻ പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ബെൽറ്റിട്ട്, ആ ഒരു മാർക്ക് ചെയ്ത് ബെൽറ്റിട്ട് അവിടെ ഒരു കൃത്യമായ ഒരു സ്ഥലം നേവി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ, ആ വസ്തുക്കളൊക്കെ മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു ശ്രമമായിരിക്കും ഇന്ന് നടക്കുക. അതിനാണ് ഇന്ന് ഈ ക്രെയിൻ പോലുള്ള സംവിധാനങ്ങളും ഇന്ന് എത്തിച്ചിട്ടുള്ളത്. ആ വസ്തുക്കളൊക്കെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സ്ഥലത്തിനിടയിൽ തന്നെ ഒരു ലോറി ഉണ്ടായേക്കാമെന്നോ ഒരു വിലയിരുത്തലുമുണ്ട്. എന്തായാലും ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ നടക്കുന്നത്. അതിന് കൂടുതൽ ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ കൊണ്ടുവരുന്നു. ഏതായാലും ഇന്നലെ ഒരു ദിവസം ഇടവേളെടുത്തിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അതേ സംഘങ്ങൾ, അത്ര തന്നെ സന്നാഹങ്ങൾ ഇന്നുണ്ടാവും. അതിന് പുറമെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ഇന്നെത്തുന്നത്. 6ഓളം മുങ്ങൽ വിദഗ്ധർ ഇന്നുണ്ടാകുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും 10 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കും. നേവിയുടെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, ഇന്നത്തെ ദിവസം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത്. കാരണം ഇന്ന് ഈശ്വർ മാൽപെയും അതോടൊപ്പം തന്നെ നേവിയും ആ പരിശോധന നടത്തുന്നുണ്ട്. തിങ്കളാഴ്ചയോടുകൂടിയാണ് ഡ്രഡ്ജിംഗ് സംവിധാനമടക്കം എത്തിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തുന്നത്. ഇന്നത്തെ വാർത്താ ദിനം നമുക്ക് ഈ വാർത്ത തുടരേണ്ടതായി വരും എന്നതിൽ
തർക്കമില്ല. അർജുനെ തേടി മാത്രമല്ല ഈ പരിശോധന നടത്തുന്നത് എന്നും പ്രേക്ഷകർക്കറിയാം. അതുകൊണ്ട് തന്നെ ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ ജഗന്നാഥിന്റെ കുടുംബത്തിനോട് കർണാടക സർക്കാരിന്റെ അവഗണനയുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. അർജുനു പുറമെ ജഗന്നാഥിനെയും ലോകേഷിനെയുമാണ് ഇനി കണ്ടെത്താനുള്ളത്. നഷ്ടപരിഹാരമോ സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയോ ഇവർക്ക് നൽകിയിട്ടില്ല എന്നാണ് ആക്ഷേപം. ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ ജഗന്നാഥിന്റെ കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ ന്യൂസ് 18 ഉള്ളത്. അവരുടെ വീട്ടിലെത്തി അവരുടെ കുടുംബാംഗങ്ങളെ കാണുകയാണ്. എന്തായാലും ആദ്യം തന്നെ ജഗന്നാഥിന്റെ ഭാര്യ, അവരോട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഏനായിട്ട് ഇപ്പോ ഇത് ಜಗನ್ನಾಥನೇ ಏನು ದಿನ ಬೆಳಿಗ್ಗೆ ಚಾ ಕೊಡ್ಕೊಂಡು ಹೋಗಿದ್ರು. ಆಮೇಲೆ 8:40 ಸುಮಾರಿಗೆ ಗೊತ್ತಾಯ್ತು ನಮ್ಗೆ ಹೀಗಾಗಿದೆ ಅಂದೆ. ನಾವು ಹೋಗಿ ನೋಡೋ ತನಕ ಏನೂ ಇಲ್ಲ, ಎಲ್ಲ ನೆಲಸಮಾಗ್ಬಿಟ್ಟಿದ್ದು. ಆಮೇಲೆ ಅದೇ ಇನ್ನೂ ಬಾಡಿ ಸಿಗ್ಲಿಲ್ಲ. ಇಷ್ಟು ದಿನ ಈಗ 1 ತಿಂಗಳಾಯ್ತು. ಇನ್ನು ಹುಡಿ ಕೊಡ್ತೀನಿ, ಇನ್ನೂ ಆಗ್ಲಿಲ್ಲ. ಅದೇ ನಮ್ಗೆ ಸ್ವಲ್ಪ ಬೇಜಾರ, ಇನ್ನೂ ಸಿಗ್ಲಿಲ್ಲಲ್ಲ ಬಾಡಿ ಅನ್ಕಡೆ. ಅವ್ರದ್ದೊಂದು ಎಲ್ಲಿಗಾದ್ರೂ ಸಿಕ್ಕಿದ್ರೆ ಅದರನ್ನಾದ್ರೂ ನಾವೇನಾದ್ರು ಮಾಡ್ತಿದ್ವಿ, ಅದು ಸಿಗ್ಲಿಲ್ಲ. ಅದಕ್ಕೆ ತುಂಬಾ ಬೇಜಾರದಲ್ಲಿದ್ದೀವಿ ನಾವು. ಅದೇನೋ. അതോടൊപ്പം തന്നെ മകൾ, ജഗന്നാഥിന്റെ മകൾ ഋതിക കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഋതിക, ഹൗ മച്ച് ഹോപ്പ് യു ഹാവ്? We'll believe, sir. We'll get any identity of our father. Government is trying. We'll get anything. We'll see. We are believing our MLA, sir. Did you get any money from the Karnataka government? No, sir. We didn't get anything from government, Karnataka government. Did they offer any job or anything? They told first. They told they will give job. Now, no news, sir. We given documents also. Our sister documents we given for AC office, Kumta. They told now we are not having any job. After we'll see. Like that they told, sir. How much members now you have? Yeah. Now 4 members. My mother and my 3, with 3, sir. 3 sisters. ಮಾತಾಡ್ದ ಏನು? ಇದು ಕಾರ್ಯಾಚರಣೆ ಮುಂದುವರಿಸಬೇಕು. ನಮ್ಮ ಅಪ್ಪನ ಬಾಡಿ ಏನಾದರೂ ಹುಡಿ ಕೊಡಬೇಕು. ಕಾರ್ಯಾಚರಣೆ ನಿಲ್ಲಿಸಬಾರದು, ಮತ್ತೆ ಮುಂದುವರಿಸ್ತಾ ಇರಬೇಕು. അതാണ്, അവർ ഇപ്പോഴും ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കഴിയുന്നത്. ഇവർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഇവർക്ക് ഒരു ജോലി നൽകാമെന്ന ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, അതും ഇതുവരെ നടപ്പായിട്ടില്ല. ഇപ്പോഴും ആ കുടുംബം 20 വർഷമായി ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ ജോലി ചെയ്തിരുന്ന ആ കുടുംബം, അവർ അത്താണി ആകെ ഈ ലക്ഷ്മണന്റെ കടയിൽ നിന്നും കിട്ടുന്ന, ജഗന്നാഥിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ 3 മക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കഴിഞ്ഞിരുന്നത്. ഏതായാലും ഇവർക്ക് ഇപ്പോൾ ഉപജീവന മാർഗം ഒന്നും തന്നെയില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അതായത് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ട് ഇവർക്ക് ഒരു ജോലി അടിയന്തരമായി നൽകേണ്ടിയിരിക്കുന്നു. ഒപ്പം ജഗന്നാഥിന്റെ ഈ കണ്ടെത്താനുള്ള ശ്രമം, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്താനുള്ള ഒരു വഴി സർക്കാർ ഉണ്ടാക്കി തരണമെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, ഇവർ ആ ദുരന്ത ഭൂമിയിൽ ഇത്തരത്തിൽ നിസ്സഹായതയോടെ കാത്തു നിൽക്കുന്ന ആ രംഗം. അർജുനൊപ്പം തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് ഈ കന്നഡികരായ ലോകേഷും അതുപോലെ തന്നെ ജഗന്നാഥും. അവരെയും കണ്ടെത്തി കൊടുക്കണം. അവരുടെ കുടുംബത്തിന് ഒരു കൈത്താങ്ങാകാൻ സർക്കാരും രംഗത്ത് വരണമെന്ന് തന്നെയാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലെങ്കിലും കർണാടക സർക്കാർ അതിന് മുൻകൈയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശിരൂരിൽ നിന്നും KV ബൈജു, ന്യൂസ് 18.